ഹായ് ഗായ്സ്, ഞാൻ ഇന്നൊരു വെറൈറ്റി കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. നമ്മൾ ജർമ്മനിക്ക് പോവാണ് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ആ ജർമ്മനിക്ക് പോകണതെന്ന്. അല്ല ഗൈസ്, ഞാൻ ജർമ്മനിയിൽ പണിയെടുക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മാസ് എൻട്രി ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. ഞാൻ 2 കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ഫ്രാങ്ക്ഫുർട്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഒരു കാര്യം അറിഞ്ഞത്. നമ്മുടെ ഫ്ലൈറ്റ് മാത്രം ഡിലേ ആണ് ഗൈസ്. അത് പിന്നെ ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് വന്നേക്കാണ് കേട്ടോ. ഈ കാണുന്ന കുഞ്ഞൻ ഫ്ലൈറ്റ് ആണ് നമ്മളുടേത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ വലിയ അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല. ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയതുകൊണ്ട് തന്നെ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോ എടുത്തു, ചറവറാന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ സൈഡ് സീറ്റ് എന്നെ ചോദിച്ച് വാങ്ങിയതാണ്. പിന്നെ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഒറ്റ ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ റോസ്റ്റേഴ്സ് വന്ന് വിളിച്ചപ്പോഴാണ് എണീറ്റത്. അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാഗാന്ധി എയർപോർട്ട് എത്തി. നമ്മൾ ടെർമിനൽ 3യിലാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് വിട്ടുപോയി. 4 മണിക്ക് എത്തേണ്ട ഞങ്ങൾ 4:30ക്കാണ് എത്തിയത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, മൊത്തം 28 പേരുണ്ടായിരുന്നു ഫ്രാങ്ക്ഫർട്ടിലേക്ക് കൊച്ചിയിൽ നിന്ന്. അപ്പോൾ അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ടെർമിനൽ 3 ആണ് കേട്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വലിയ തിരക്കൊന്നും ഇവിടെ കണ്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങിയേക്കുന്ന ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല. കാണാനൊക്കെ ഈ എയർപോർട്ട് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഫ്ലൈറ്റ് മിസ്സായതിൻ്റെ സങ്കടം എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷെ ഞങ്ങളുടെ ലഗേജ് ഒന്നും എടുക്കേണ്ട വന്നില്ല. അതെല്ലാം കണക്ട് ചെയ്ത് പോകുന്ന പറഞ്ഞത് അവര്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം എയർപോർട്ടൊക്കെ കണ്ട് നടന്നിട്ടാ. പിന്നെ കുറെ കമ്പനിക്കാരെയും കിട്ടി. അതിനുശേഷം എയർ ഇന്ത്യയുടെ സ്റ്റാഫിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിങ്ങൾക്ക് റൂം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ടും പോയിട്ടോ. ഇവരെല്ലാവരും ഫ്രാങ്ക്ഫർട്ടിലേക്ക് തന്നെ ഉള്ളവരാണ്. സമയത്തിന് എത്താത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർ ഇന്ത്യനെ കുറ്റം പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെവിടെയോ കൂട്ടിക്കൊണ്ടും പോയി. എന്നിട്ട് പറഞ്ഞ റൂം റെഡി ആയിട്ടുണ്ട്, ഇപ്പം തന്നെ വണ്ടി വരും, അതിൽ ഓരോരുത്തരായിട്ട് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ആദ്യം വന്ന വണ്ടിയിൽ തന്നെ ഞങ്ങൾ കയറി കേട്ടോ. ബാക്കിയുള്ളവർ പുറകെ വന്ന വണ്ടിയിലും കയറി. നല്ല അത്യാവശ്യം കമ്പനി ആയിട്ടുള്ള ചേട്ടനായിരുന്നു കേട്ടോ. അത്യാവശ്യം സ്പീഡിൽ തന്നെ എത്തി ഞങ്ങൾ. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യേണ്ട വന്നു. നല്ല അടിപൊളി സ്ഥലത്താണ് കേട്ടോ അവർ റൂം ഏതായാലും എടുത്തു തന്നേക്കുന്നത്. അങ്ങനെ എല്ലാവരും പേരൊക്കെ എഴുതി കാർഡ് വാങ്ങി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവർക്കും നല്ല അടിപൊളി റൂം കിട്ടി. പക്ഷെ എനിക്ക് മാത്രം പിന്നെ ഫ്ലോപ്പായി ഗൈസ്. എനിക്ക് ഇവന്മാർ തന്ന റൂം ഏതൊരു പണി നടക്കുന്ന റൂമായിരുന്നു. ഇവിടെ കട്ടിലില്ല, സോഫ ഇല്ല, ഒന്നുമില്ല. പക്ഷെ TV ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി TV ആയിരുന്നു. അല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്കിങ്ങനെ ഒരു ഫ്ലോപ്പ് കിട്ടാറുണ്ട്. അതിപ്പോൾ ശരിക്കും ശീലമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പുതിയൊരു റൂം കണ്ടതല്ലേ, 2-3 വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് 2-3 വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ ഈ പലകകളുടെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും താഴ്ത്തു പോയി താക്കോല് കൊടുക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെ 7ാമത്തെ ഫ്ലോറിൽ നിന്ന് നേരെ താഴത്തേക്ക് പോയി കീയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വേറെ കീ തന്നിട്ട് അവര്. അവിടെ നോക്കിയപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ബാത്റൂം, നല്ല TV, നല്ല റൂമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ടൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പുറത്തെ വ്യൂ ഒക്കെ നോക്കി. എല്ലാം സെറ്റായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഇത്രയും നല്ല റൂമുകൾ വെറുതെ കിടന്നിട്ടാണ് അവരെനിക്ക് ആ പണി നടക്കുന്ന റൂം തന്നെ. ഇവിടെ പുറത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന ക്ഷീണത്തിൽ ഒരു കാപ്പിയൊക്കെ ഇട്ട് പിന്നെ ഒരു ചായ ഇട്ട് കുടിച്ച് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേനും അവിടെയും പിന്നെ എന്താണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഫുഡിലേക്ക് കടന്നു. ഞാൻ മാത്രം ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത ഫുഡ് എടുത്തു. ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത സംഭവിച്ചുകൊണ്ടായിരിക്കും. ഹോട്ടൽ സാക്കുറ ഗോൾഡ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഹോട്ടലൊക്കെ നല്ലതായിരുന്നു. പിന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വണ്ടി വന്നായിരുന്നു. അപ്പം തന്നെ അതിൽ കയറി നമ്മൾ തിരിച്ചു പോയട്ടോ. പക്ഷെ നമ്മൾ ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓട്ടത്തിലായിരുന്നു. ഞാൻ പിന്നെയും കുറച്ച് ലേറ്റായി. എൻ്റെ ബാഗിൽ പരിപ്പും കടലേക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരം ചെക്കിങ്ങിൽ ഡിലേ വന്നു. അതിനുശേഷം കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ നമ്മുടെ ഫ്ലൈറ്റ് കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ കയറി. ഇത് അത്യാവശ്യം അടിപൊളി ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുഷ്പ സിനിമയൊക്കെ ഇട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫ്ലൈറ്റിലും നമ്മൾ സൈഡ് സീറ്റ് ചോദിച്ച് വാങ്ങി കേട്ടോ. പക്ഷേ ഇതിൽ ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നു, വെറുതെ കിടക്കുമായിരുന്നു ഒരുപാട് സീറ്റുകൾ. അങ്ങനെ ടേക്ക് ഓഫിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ആകാശത്തൊന്നും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അടുത്ത ഫുഡിൻ്റെ സമയമായത്. അങ്ങനെ ഫുഡിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു.
ഫ്ലൈറ്റിലാണ് ഈ ഫുഡ് വെക്കാനും നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. നോൺ വെജ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ നൂഡിൽസും ചിക്കനൊക്കെ കഴിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് തീർത്തു. അതിനുശേഷം ഞാൻ പിന്നെ സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറെയും സിനിമ ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറക്കമായി. അങ്ങനെ കുറച്ച് നേരം ഞാനും ഉറങ്ങി. അതിനുശേഷം പിന്നെ സിനിമ ഉണ്ട്. പിന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ ഏത് സിറ്റിയൊക്കെ കാണാറായി. അപ്പം മനസ്സിലായി ഡോയ്ച്ച്ലാൻഡ് എത്തി. അങ്ങനെ നമ്മൾ ലാൻഡിങ്ങും കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവണം ഈ ഫ്ലൈറ്റിൽ ഇത്ര ആൾക്കാരുണ്ടായിരുന്നെന്ന്. പിന്നെ അവിടെ ബസ് വന്ന് ബസ്സിൽ കയറി. പിന്നെ അവിടെ നിന്ന് ലഗേജ് എടുക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ മെട്രോ പിടിക്കാൻ പോയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ടിക്കറ്റ് എടുത്തു. പക്ഷെ അത് വൻ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ടിക്കറ്റ് വീണ്ടും എടുത്തു, ഗേറ്റ് വേ ഗാർഡൻസിലേക്കുള്ളത്. ഈ സംഭവം മൊത്തം ജർമ്മൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതിനുശേഷം അഫ്സൽ അതിസാഹസികമായിട്ട് വേറൊരു ടിക്കറ്റ് എടുത്തു. അതിൽ ഞങ്ങൾ വിജയിച്ചു. അതിന്റെ സന്തോഷം അഫ്സലിന്റെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടോ. ഈ ബാഗ് കൊണ്ടു നടക്കാൻ നല്ല പണിയായിരുന്നു കേട്ടോ. എൻ്റെ ആണ് ഈ 2 ലാർജ് ബാഗായിരുന്നു. അങ്ങനെ മെട്രോ കയറി ബാൻഹോഫ് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെയും ബാഗ് കൊണ്ടു നടക്കാൻ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായത്. ഞങ്ങളുടെ ട്രെയിൻ മിസ്സായി. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രെയിൻ പിന്നെയും മിസ്സായി. അങ്ങനെ ഫ്രാങ്ക്ഫർട്ട് തെരുവുകളിലൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു. അതിനുശേഷം പുതിയ ടിക്കറ്റിനുള്ള കോസ്റ്റ് ഒക്കെ നോക്കി. അതൊക്കെ നല്ല കോസ്റ്റ് ആയിരുന്നു. അതിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു ടിക്കറ്റാണ് എടുത്തു. പക്ഷെ അതിന് 2 ട്രെയിൻ പിന്നെയും മാറിക്കയറണം. അങ്ങനെ ഞങ്ങൾ പിന്നെയും ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ കയറി ക്ലാസ്സെല്ലാം ഇറങ്ങി കേട്ടോ. അവിടെയാണ് ഈ സ്നോഫാൾ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് സ്നോഫാൾ ആയതുകൊണ്ട് അതൊക്കെ കണ്ടിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ കൊണ്ടുപോകണം. പിന്നീട് അവിടുന്ന് പിന്നെയും ട്രെയിൻ കയറി. ഈ ട്രെയിൻ കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഉറക്കമൊക്കെ പാസ്സായി എത്തുന്നത് നോക്കി നിന്നു. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ ഹാംബർഗിലെത്തി. ഇവിടെ ഞങ്ങൾ ഏജന്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏജന്റ് വരേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളെ കൂട്ടാൻ ആരും വന്നില്ല ഗൈസ്. പക്ഷെ അവർ ഹാംബർഗിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങി തന്നിട്ടോ. ഏത് ഫുഡ് വേണമെന്ന് ചോദിച്ചു. നമുക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഏതൊരു ഫുഡിന്റെ പേര് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഷ്വേറിലേക്ക് പോവാണ് ഗൈസ്. ഈ വണ്ടിയിലാണ് അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. ഇരുട്ടത്ത് കയറിയിട്ട് നേരം വെളുക്കണവരെ ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ അവര്. പോരാത്തതിന് നല്ല സ്പീഡിലാണ് പോണത്. 216, 18 ആ ഒരു സ്പീഡൊക്കെയാണ് പോകുന്നത്. പോണ വഴിക്ക് നല്ല കാഴ്ചകളും കാണാൻ പറ്റിയ കേട്ടോ. മഞ്ഞ് വീണ് നടക്കണ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റി കുറെ. ഹാംബർഗിന് ഷ്വേറിനിലേക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ എത്തി. ഈ അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാൻ പോണത്. ഞങ്ങളുടെ ആർബൈറ്റ് ഗേബർ വന്നുകൊണ്ട് തന്നെ അവർ നല്ലൊരു ഗ്രാൻഡ് വെൽക്കമിങ് തന്നെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവർ കുറെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ഫ്ലൈറ്റും 3 ട്രെയിനും കയറി നമ്മളിവിടെ എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ